വാഴമാണി എന്ന് ഒറ്റപ്പാലം സൈഡിൽ പറയും. ഇല്ലെങ്കിൽ ഇപ്പോൾ വാഴക്കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് കേട്ടോ. അതിന് വേണ്ടത് ഇത് 2 വാഴമാണി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. വെറുതെ പച്ചവെള്ളം ഒഴിച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നമുക്ക് ഞാനിവിടെ ഉപയോഗിച്ചത് ഇതുപോലത്തെ ഒരു കമ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മറ്റേ മുള്ളില്ലേ മുളയുടെ അത് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതിട്ട് ചുറ്റി കറക്കി ഇതിൽ നൂലുണ്ടാവും. നമ്മൾ വാഴയുടെ ഇതുണ്ടാക്കില്ലേ മറ്റേ എന്താ പറയുക ഉണ്ണിപ്പിണ്ടി അതുണ്ടാക്കുമ്പോൾ നൂല് കിട്ടില്ല, അതേപോലെ നൂലുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് വെള്ളം വാർത്ത് കളഞ്ഞ് വെച്ചതാണ്. പിന്നെ നമുക്കൊരു 6-7 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഉണക്കമുളക് നുറുക്കാക്കിയത്, പിന്നെ അരി, ഉഴുന്ന്, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. ചീനച്ചട്ടി എടുക്കുക, അതിൽ ചൂടാവുമ്പോൾ അതിലെ വെള്ളം വറ്റിക്കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് പൊട്ടിത്തെറിക്കും പച്ചവെള്ളം. അപ്പോൾ അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് വറ്റി പോട്ടെ, എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 മണി കടുക് ഇട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടായി, കടുക് പൊട്ടട്ടെ. കടുകും ഉള്ളിയും കൂടി ചേർക്കുന്ന ചില ഐറ്റംസിൽ ഒന്നാണിത്. ഞാനൊക്കെ കല്യാണം കഴിയുന്നതിന് മുന്നൊക്കെ കണ്ടിട്ടുള്ളത് ഒന്നെങ്കിൽ ഉള്ളി മാത്രം അല്ലെങ്കിൽ കടുക് മാത്രം, അങ്ങനെയാണ്. ഈ ഉഴുന്ന് പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. നല്ല ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ ടേസ്റ്റ് കിട്ടും, നല്ല രസമാണ്. ഇവിടെ വന്നപ്പോൾ പേരൻ്റെ അമ്മയാണ് കേട്ടോ അങ്ങനെ മുരിക്കണം എന്ന് പറഞ്ഞു വന്നത്. എന്നിട്ട് ഞാനിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മറ്റേ ഇതിലൊക്കെ ഇടും, കുറച്ച് മറ്റേ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉഴുന്നിടും. അപ്പോൾ അത് ജസ്റ്റ് ഒരു കളർ മാറുമ്പോഴേക്കും ഞാൻ ആക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റാണെന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അരി ഇട്ടു കേട്ടോ. അരിമണി ഇട്ട് അത് നന്നായി ഒന്ന് പൊരി പോലെ വരട്ടെ. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തോളൂ, കൂട്ടി വെച്ച് ചെയ്യരുത്, അത് ഒന്ന് കരിഞ്ഞ് പ്രശ്നമായാലോ. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്തിട്ട് നമുക്കതൊന്ന് കളർ മാറ്റിയെടുക്കാം. ബ്രൗണിഷ് കളർ ആവട്ടെ. ഈ അരിമണിയോട് ചാടി പോകാനുള്ള ടെൻഡൻസി കാണിക്കും കേട്ടോ ഇടയ്ക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം, കളർ മാറിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കറിവേപ്പില ചേർത്തു, കളർ മാറണേ ഉള്ളൂ. സിമ്മിലിട്ട കാരണമാണ് അങ്ങനെ കേട്ടോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഇത്തിരി പിശുക്കിയാണ്. ഇവിടെ അച്ഛനും അമ്മയ്ക്ക് അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും കുറച്ച് ഹെൽത്തി ഫുഡാവാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിൽ ചെറുപയർ ചേർത്ത് ഉണ്ടാക്കും, പലപ്പോഴും പരിപ്പ് ചേർത്തുണ്ടാക്കും. പക്ഷെ അതൊക്കെ ഒരു ഗ്യാസ് ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ അതൊരു പ്രശ്നമായതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. യുറേക്കാ, ഇത് നമ്മുടെ കളർ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഉണക്കമുളക് ചേർക്കാം. തീ കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ കരിഞ്ഞാലോ. ഉണക്കമുളക് ചേർത്താലും ഒരു തുണ്ട് മുളക് പൊടി ഇടുന്നത് നല്ലതാണ്. ഞാനിപ്പോഴേ ഉപ്പ് ചേർത്തു, എന്നിട്ട് ആ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു. കളർ മാറിയത് കണ്ടില്ലേ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കണ്ടില്ലേ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം വാർത്തിയാൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളതിൽ കംപ്ലീറ്റ് ആയിട്ട് ചേർത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാനിത് അത്ര ഇഷ്ടമായതുകൊണ്ടേ ചിലപ്പോൾ ചോറിന് പകരം കൂടി എതിർത്ത് കഴിക്കും, അത്ര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ തേങ്ങ ഒന്നിപ്പോൾ ചേർക്കാം, തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടും തേങ്ങ ചേർത്താലേ ചിലപ്പോൾ പുറത്ത് വെച്ചാലൊക്കെ അത് എഴയും. അപ്പോൾ അത് എനിക്കുണ്ടെങ്കിൽ നാളേക്കും കൂടി ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ചേർക്കണില്ല. അല്ലാതെ തന്നെ ഇത് അത്യാവശ്യം ഉണ്ട്. തേങ്ങ ചേർത്താൽ ടേസ്റ്റ് കൂടും. അപ്പോൾ അത് ആ മൊരിയണ സമയത്തില്ലേ, നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടില്ലേ, ആ സമയത്തിട്ട് തേങ്ങ ഇടുക വെച്ചാൽ അതൊന്ന് നന്നായി മൊരിഞ്ഞ് കിട്ടിയാലൊക്കെ കുറച്ചും കൂടി നല്ല ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ ഉപ്പ് തേങ്ങ ചേർക്കാത്തതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചേർത്താൽ മതി. പൊടിയാണ് ചേർത്തത്. നമുക്കത് പിടിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും പൊടി. ഒരു അര സ്പൂണില്ലേ, സ്പൂണിൻ്റെ അര സ്പൂണാണ് ചേർത്തത് ഞാൻ. അപ്പോൾ അത് അത്യാവശ്യമാവും കേട്ടോ. അപ്പോൾ നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. നമ്മളെ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റി തുടങ്ങിയിട്ട് സിമ്മിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലെപ്പോഴേ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതവിടെ ഇരുന്ന് ആവട്ടെ.
ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ചേർക്കാം. എൻ്റെ പാചകത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലേ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതാണ്. ആവശ്യമാണല്ലോ ഏതൊരു കാര്യത്തിൻ്റെ ഗുരു. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. സാധാരണ എല്ലാവർക്കും അമ്മമാരാണ്, പക്ഷെ എൻ്റെ അമ്മ വയ്യാതായി കിടക്കുന്ന സമയത്ത് എന്നെ ചെയ്യാനായിട്ട് ട്രിക്സ് പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഉപ്പ് കൂടുക എന്നുള്ള പ്രശ്നം വരുമല്ലോ, പേടിച്ചിട്ടിരിക്കുമ്പോൾ ആദ്യം ഒരു തുണ്ട് ഇട്ട് വെക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാമല്ലോ എന്ന് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ എൻ്റെ അച്ഛനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇതങ്ങനെ ചെയ്യേണ്ട ഒരു സാധനമാണ്, അതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്. ഉപ്പ് നോക്കിയിട്ട് വെള്ളം വറ്റുന്നതിനനുസരിച്ച് ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കുക. കാരണം വെള്ളത്തിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ആ വെള്ളം വറ്റുമ്പോൾ ഇതിലേക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കുറേ ഉപ്പിടരുത്, കുറച്ച് ഉപ്പിടുക. എന്നിട്ട് പിന്നെ ഓക്കെ. അപ്പോൾ ഒരു സ്പൂൺ നികന്ന രീതിയിൽ നമ്മളിപ്പോൾ മൊത്തം ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. 2 വാഴമാനയുടെയാണത്, ഒരെണ്ണത്തിൻ്റെ ആണെങ്കിൽ ഇതിലും കമ്മി മതി. അപ്പോൾ ഞാൻ അളവുള്ളതുകൊണ്ട് പിന്നെ ചെറുപയറോ ഒന്നും ചേർത്തില്ല. ചെറുപയറും പയറൊക്കെ ചേർത്ത് ഇത് ടേസ്റ്റിൽ വയ്ക്കാം. ചിലർ വെള്ളുള്ളിയൊക്കെ ചേർക്കണം കണ്ട്. നാടൻ എന്നതിൽ വെള്ളുള്ളി നമ്മൾ ചേർക്കില്ല. ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പരിപ്പിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുമല്ലോ എന്നുള്ളതിൽ ചെയ്യാം. വെള്ളുള്ളിയുടെ ടേസ്റ്റ് ഈ നാടൻ്റെ തന്നെ ഒരു വ്യത്യസ്തതയിൽ എടുത്ത് കാണിക്കും. ഞാനിപ്പോൾ പലപ്പോഴും കാണുമ്പോൾ വീഡിയോസിലും ഇതിലൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഏതിലും അവിയലടക്കം വെള്ളുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഒരു പക്ക നാടൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതെൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക. ചെറുതായിട്ട് ജലദോഷമുണ്ട്. പിന്നെ ഈ ഉള്ളി എനിക്ക് ഭയങ്കര അലർജിയാണ്. ഉള്ളി എടുത്താൽ അപ്പോൾ തുടങ്ങും തുമ്മൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉള്ളി അരിഞ്ഞതിൻ്റെ എഫക്റ്റാണ്, ഞാൻ തന്നെ അരിഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ബൈ.